വാങ്ങി വെച്ച ബേക്കറിയൊക്കെ കഴിഞ്ഞോ? ഇനി ചായക്ക് കൂട്ടാനൊന്നുമില്ലേ? എന്നാൽ ഇതാ പെട്ടെന്നൊരു കടി ഉണ്ടാക്കിയെടുക്കാം. അരി ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാവരുടെ അടുത്തും. അപ്പോൾ കുറച്ച് നമ്മൾക്ക് ആവശ്യത്തിന്, ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി നന്നായിട്ട് വെള്ളം വാർത്ത് ഉണക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത് ദാ ഈ ഒരു നിറമാവുമ്പോൾ, അരിയൊക്കെ പൊട്ടി നല്ല നിറം വരുമ്പോൾ, അധികം ബ്രൗൺ ആക്കണ്ട കേട്ടോ, നമ്മുടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞോട്ടേ കുഴപ്പമില്ല. അത് നമ്മുടെ അരിക്ക് അനുസരിച്ചിരിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന അരിയൊക്കെ ആണെങ്കിൽ നേർങ്ങനെ പൊടിച്ചെടുത്താൽ മതി. അതൊക്കെ പൊടിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു 5-6 ആണി വെല്ലം അത് ഒന്നിതുപോലെ മുട്ടിത്തട്ടി പൊടിച്ചു കൊടുക്കുക. പിന്നെ ഒരു തേങ്ങയും ചിരവിയെടുത്ത് രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ വെല്ലത്തിൻ്റെ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതാ ഇതുപോലെ ഒരു പരുവത്തിലെത്തും കുഴച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം നന്നായിട്ടൊരു പിടി പിടിക്കുക. ഇതാ ഇതുപോലെ ഉണ്ടയാക്കി എടുക്കുക. നമ്മുടെ ചായക്കുള്ള കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അയ്യോ ഒന്നും ചായക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന ആൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. എല്ലാം നോക്കി ടേസ്റ്റൊക്കെ പറഞ്ഞ് റെഡിയാക്കുന്ന ആളാണ്. അപ്പോൾ ഒരു വിഹിതം അച്ചാച്ചനും കൂടി കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.